اطلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا. മുമ്പ് മദ്രസയിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്കിയ എന്ന് പറയുന്ന കിതാബിൽ തൗബയെ സംബന്ധിച്ച് അത്തൗബത്തു എന്ന അധ്യായത്തിൽ വന്ന ഒരു പദ്യമാണ് ഞാൻ കേൾപ്പിച്ചത്. ഉത്തുലുബ് മത്താബൻ, നീ തൗബ ചെയ്യുക, തൗബയെ തേടുക, ബിന്നദാമത്തി മുഖ്ലിയ, ഖേദിക്കലോട് കൂടെ, ദോഷത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിട്ട് ഖേദിച്ച് മടങ്ങലോടുകൂടെ തൗബ ചെയ്യുക. അബിയാസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല, മുന്നിട്ട് വരുന്ന കാലത്ത് ഞാൻ ദോഷം ചെയ്യൂല എന്ന് ഉറപ്പിക്കലോടുകൂടെ. അപ്പം പാപത്തിൽ നിന്ന് പാപമോചനം തേടണമെങ്കിൽ പല ഷർത്തുകളുമുണ്ട്. കഴിഞ്ഞു പോയ ദോഷങ്ങളുടെ മേലിൽ അവനെന്ത് ചെയ്യുക, ഖേദിക്കുക, എന്നിലത് പറ്റിപ്പോയതാണെന്നുള്ളത് ഖേദിക്കുക. ഇനി വരുന്ന കാലങ്ങളിൽ അത് ചെയ്യുകയുമില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യാം. എന്നാൽ ഇതൊക്കെ പറയുമ്പം ചില ദോഷങ്ങളുണ്ട്, ഹക്കടപാട്, ഒരാളോടുള്ള ഹക്ക് ബാധ്യതകൾ, നാവ് കൊണ്ട് ചെയ്ത് ചില ദോഷങ്ങളുണ്ടാവും. ഈബത്ത് നമീമത്ത് പുറത്തൊക്കെ അവരോട് പൊരുത്തപ്പിടിക്കുക തന്നെ വേണം. അതിൽ പണ്ഡിതനോ പാമരനോ സാധാരണക്കാരനോ അസാധാരണക്കാരോ ഒന്നും വ്യത്യാസമില്ല. ഞാനീ പറഞ്ഞു വരുന്നത്, ഇന്ന് പാണ്ഡിത്യത്തിൻ്റെ പേരിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. കള്ളത്തെരീക്കത്തിൻ്റെ മേലിൽ കുരുവട്ടൂർ തെരീക്കത്ത് പോലത്തെ ആൾക്കാരൊക്കെ ഇവർ വന്നിട്ട് ഇവിടെ പറയുന്ന മുഴുവനും എന്താണെന്നറിയോ, സ്വന്തം ഉസ്താദുമാർ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഈബത്തും നമീമത്തും പറഞ്ഞ് നടക്കലാണ്. ദീനിൻ്റെ മസലത്ത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്ടൊന്നും ഈബത്തും നമീമത്തും പറയാൻ പറ്റില്ല. ഇവിടെ ദീനിൻ്റെ മസലത്ത് അല്ല താനും. ദീനിനെ പൊളിക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ഷറൈൻ്റെ നിയമങ്ങളെ പൊളിക്കാൻ വേണ്ടിയാണ്ട് കള്ളത്തെരീക്കത്തിൻ്റെ ആൾ ഇവരെന്താണ് സാഹിബുൽ വക്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്തിൻ്റെ വക്തിൻ്റെ ഉടമസ്ഥനായ ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നിക്കാണ്. ഇയാൾ തിരികയറ്റി വിടുകയാണ് എല്ലാവരെയും. എന്താ പറയുന്നത്, ഇന്നോടത്ത് പോയി ഇന്നയാളെ ഈബത്തും നമീമത്തും പറഞ്ഞോ, ഇബ്ലീസിനുണ്ട് ഒരു പരിപാടി. നേരം വെളുത്താൽ മക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യും, ഇബ്ലീസ് പറയും എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗത്തും ചുറ്റി സഞ്ചരിച്ചിട്ട് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വരീന്നറിയും. ഇബ്ലീസ് ചെയ്യണ നല്ല കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വൈകുന്നേരമാകുമ്പം ബാപ്പ ഇബ്ലീസ് തന്ത ഇബ്ലീസ് ഉണ്ടല്ലോ, അതെനിക്ക് സുജിതയത്തെ തന്ത ഇബ്ലീസ് വിളിച്ചു വരുത്തിയാണ്ട് മക്കളോട് ചോദിക്കും, മക്കളെ എന്ന് എന്തൊക്കെ ചെയ്താൽ, ഞങ്ങൾ ഇന്ന അടുത്ത സ്ഥലത്തൊക്കെ പോയി വാപ്പാ, എന്നിട്ട് എന്തേ ചെയ്തത്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്ട് അവിടെ നിസ്കരിക്കണ ഒരാളുടെ ഇനി ഓനെ തസ്വീസാക്കി. വേറെ ആളോട് പറയും, നീ എന്ത് ചെയ്തു, ഞാൻ ഇന്നോട് ഒരാളുടെ ഇനി അവിടെ ഇങ്ങനെ ഈ കള്ള് കുടിക്കാൻ വേണ്ടി അവനെ സഹായിച്ചു, അതല്ലെങ്കിൽ ഷീട്ട് കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ NDMA വെക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു, ഇങ്ങനെ പലതും ചെയ്തു. അപ്പോൾ ഇവർക്കൊക്കെ എന്താ, ഇവരൊക്കെ ഇബ്ലീസ് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കും. അവസാനം ഒരാൾ പറയും, ഞാൻ ഇന്നെന്താണ് രണ്ടാളടി തെറ്റിച്ചിട്ടാണ് പോരുന്നത്, ഇനി പോലും നന്നാവില്ല എന്ന്. അപ്പോൾ ഇവരെ അക്രബാക്കിയിട്ട് എന്ത് ചെയ്യും, ഇബ്ലീസിൻ്റെ അടുത്ത ആളൊക്കെയാണ് ഇവനാണടാ ആൺകുട്ടി എന്നറിയും, ഇവനാണ് എൻ്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ആൾ എന്ന് പറയും. എന്നതുപോലെ ഇവിടെ രണ്ടാളുകളുടെ ഇടയിൽ തെറ്റിക്കാനും സുന്നത്തിയമാത്തിൻ്റെ ഇടയിൽ അഭിപ്രായസ് ഉണ്ടാക്കിയിട്ട് മുസ്ലിമികളെ തമ്മിൽ തെല്ലിക്കാനും നടക്കുന്ന വ്യാജ തെരീക്കത്തുകാരെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് കള്ളത്തെരീക്കത്തുകാർ. ഇവരിവിടെ തൊള്ള പറഞ്ഞാൽ മറ്റുള്ളവരെ ഇബത്തും നമീമത്തും ചീത്തയും നാണയും എന്തൊക്കെയാണ് ഇവരെ തൊള്ളയിൽ കൂടെ വരുന്നത്. ഇതിന് ഒരു വ്യക്തിനെ ഏൽപ്പിച്ചേക്കാണല്ലോ, സാഹിബുൽ വക്തായിട്ട് ഒരാൾ, കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ, എന്തൊക്കെയാണ് തൊള്ളയിൽ കൂടെ വരുന്നത്, ലജ്ജ തോന്നല്ലേ. ഇതൊക്കെ സുന്നത്തിയമാത്തിൻ്റെ പേരിലും സുന്നികളുടെ പേരിലും ആകുമ്പോൾ എങ്ങനെ ഉണ്ടാകും. ഇവിടെ സുന്നികൾക്കുള്ള നിലയും വിലയും കളയാനും ഈ സുന്നത്തിയമാത്തിനെ തകർക്കാനും ഈ കീടങ്ങളാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും.